എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ പരമസുഖമാണ്. ചെറുതായിട്ടൊരു കോൾഡ് പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ എന്താ പറയുക, കുറച്ച് ഡിലേ ആയിരുന്നു അടുത്ത വീഡിയോ ഇടാൻ. ഇത് തന്നെയായിരുന്നു കാരണം നല്ല വിൻ്ററാണ്, അത്യാവശ്യം നല്ല കോൾഡും പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ബെറ്ററാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്ത് കണ്ടൻറ്റ് കൊണ്ടുവരണം, നിങ്ങൾക്ക് എന്ത് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഇറക്കണം എന്നിങ്ങനെ ഞാൻ ആലോചിച്ചിരിക്കുമ്പോൾ അപ്പാണ് നമ്മളെ വീടിൻ്റെ മുന്നിൽ വീണ്ടും ഒരു സ്നോ വന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ഈ സ്നോ വീഡിയോ വിട്ടിട്ടിട്ട് ഇവള് വെറുപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെയല്ല കേട്ടോ. ഞാനിവിടെ നല്ല ഭംഗിയായ സ്നോ വരുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സ്നോ ഉണ്ടാവും. ഒരു 4-5 തവണ ഇപ്പോൾ സ്നോ പെയ്തു. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് നല്ല അടിപൊളി സ്നോ വന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. കാരണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം എനിക്കറിയാം, എന്നെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് സ്നോ എന്ന് വെച്ചാൽ ഇപ്പോഴും ഒരു ഫാൻറ്റസി തന്നെയായിരിക്കും. അപ്പോൾ എന്താ പറയുക, അത് കാണാൻ നല്ലൊരു ഭംഗിയല്ലേ, ഒരു പോസിറ്റിവിറ്റി അല്ലേ. നല്ല ഒന്ന് ആലോചിച്ച് നോക്ക്, വീട്ടിൽ നമ്മളെന്താ പറയുക, എഴുന്നേറ്റിട്ട് നമ്മൾ വിൻഡോ തുറക്കുമ്പം കാണുന്ന കാഴ്ച ഫുൾ വൈറ്റ്. നമ്മൾ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ ഫുൾ വൈറ്റ് കളറിൽ കാണുമ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയില്ല, അതുപോലെ തന്നെ ആയിരിക്കും മിക്ക ആൾക്കാർക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്ന് വെച്ചാൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. സോ ദാറ്റ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ഇത് ഇവിടുത്തെ എക്സ്ട്രീം സ്നോഫോൾ ഞാൻ നല്ല വൃത്തിയായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ആദ്യം നിങ്ങളെ കാണിച്ചു തരാം. അത് കണ്ടിട്ട് ഇങ്ങോട്ട് വരൂ കേട്ടോ. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ പോലെ ഇപ്രാവശ്യത്തെ സ്നോ ഒരു 1.5 സ്നോ ആയിരുന്നു കേട്ടോ. നിങ്ങളീ കാണുന്ന പോലെ അത്യാവശ്യം നല്ല സിവിയർ സ്നോ തന്നെയായിരുന്നു. അതായത് ഒരു 6 ഇഞ്ചോളം സ്നോ ഡെപ്ത് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട് കേട്ടോ, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പാലിക്കേണ്ടതായ കുറച്ച് നിയമങ്ങളുണ്ട്. അതായത് ഈ സ്നോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ലൊരു തേർമൽ ഇന്നർവെയർ ഇടണം. അതിൻ്റെ മുകളിലായിട്ട് 4-5 ലെയറിങ് കൊടുത്താലും ബെറ്റർ. ദ മോർ പ്രൊട്ടക്ഷൻ യു ക്യാൻ ഗീവ് യുവർ സെൽഫ്, ദ മോർ ദ ബെറ്റർ. പിന്നെ ലാസ്റ്റിൽ നല്ല ഔട്ടർ ബെസ്റ്റ് ജാക്കറ്റ് കവറിങ് കൊടുക്കുക. പഫർ ജാക്കറ്റ് ആയിരിക്കും നല്ലത് വിത്ത് എ ഹുഡ്. പിന്നെ നമ്മൾ മസ്റ്റ് സാധനം ഗ്ലൗസ് ആൻഡ് ബൂട്ട്സ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല സേഫായിട്ട് സ്നോ എൻജോയ് ചെയ്യാം. ഇതാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഫീല്. നമ്മളെ വീടിൻ്റെ വിൻഡോ തുറക്കുമ്പം കാണുന്ന ഒരു കാഴ്ച പറഞ്ഞ ഒരു വിൻഡോ വണ്ടർലാൻഡിൽ എത്തിയ പോലെ തന്നെയായിരുന്നു. ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ ഈ സ്നോ കാണുമ്പം കിട്ടുന്നത്. അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. സമയം ഇവിടെ 5 മണിയാണ്. ഡാർക്ക് ആവുന്നതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട് പാർക്കിൽ പോയിട്ട്. ഇതൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മളിത് മാക്സിമം എൻജോയ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു വാലി ഫോർജ് പാർക്കിൽ. നമ്മളെ ഫ്രണ്ട്സും ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് സ്ലെഡ്ജിങ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വാലി ഫോർജ് പാർക്ക്. സാധാരണ ഫുൾ ഗ്രീൻ ആയിരിക്കുന്ന പാർക്കാണ്, ഇപ്പം ഫുൾ വൈറ്റാണ്. നമ്മളെപ്പോലെ തന്നെ സ്ലെഡ്ജ് ചെയ്യാൻ വന്ന കുറേ ടീംസ് ഉണ്ടായിരുന്നു ഇവിടെ, എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ടീംസ്. അപ്പോൾ ഇതാണ് നമ്മളെ കയ്യിലുള്ള സ്നോ സ്ലെഡ്. ഇത് വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് സ്ലൈഡ് ചെയ്യുന്നതായിരിക്കും. കാരണം അത്യാവശ്യം നല്ല സ്നോ ഉള്ളതുകൊണ്ട് നല്ല ഈസി ആയിട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ ഫുൾ എക്സൈറ്റ്മെൻറ്റിൽ കയറിയിരിക്കുകയാണ്. നല്ല നല്ല അടിപൊളി ഫൺ ആക്ടിവിറ്റി തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ കിടന്നുകൊണ്ട് പോകുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. കാരണം ഇതാന്ന് പറഞ്ഞിട്ട് സ്ലൈഡ് ചെയ്ത് പോകും. നിങ്ങളിങ്ങനെ കാണുന്നുണ്ടോ, ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്നത്. അതൊരു അടിപൊളി ഫൺ തന്നെയാണ് കേട്ടോ. ഈ ഒരു ആക്ടിവിറ്റി നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം സ്നോ ഉള്ളപ്പം. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇങ്ങനത്തെ അവസരങ്ങൾ നമുക്ക് വളരെ എന്താ പറയുക അപൂർവമായിട്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പം നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പം അങ്ങനെ നമ്മൾ ഫുൾ ഫൺ മോഡിൽ ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്യായിരുന്നു. ഇത് ഞാനിങ്ങനെ ഓടി വരികയാണ്. ഏറ്റവും വലിയ കാർഡിയോ വർക്കൗട്ട് ഈ തണുപ്പത്ത് ഇതായിരിക്കും.
കാരണം ഈ സ്ലോപ്പിൽ നിന്ന് താഴെ വരെ എത്തിയിട്ട് മുകളിലേക്ക് നടന്നു വരുന്ന ഒരു ടാസ്ക് ഉണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. അതും സ്നോയിൽ ഇങ്ങനെ നടക്കാൻ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒറ്റയടിക്ക് സ്ലൈഡ് ചെയ്ത് അതാ ഏറ്റത്തെത്തി. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എസ്പെഷ്യലി ഇങ്ങനെ നമ്മൾ എന്താ പറയുക, സ്നോ നല്ലോണം ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ? പൊളി എക്സ്പീരിയൻസ് ആണ്. നിങ്ങളും എപ്പോഴെങ്കിലും ട്രൈ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ടേൺസ് എടുത്ത് ഇങ്ങനെ സ്ലെഡ്ജിങ് ചെയ്ത് എൻജോയ് ചെയ്തു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ഇതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു താഴെ എത്തുമ്പോൾ ബ്രേക്ക് ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഈ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ അമർത്തിയിട്ട് ചവിട്ടിയാലേ ഇത് നിൽക്കുള്ളൂ. പിന്നെ ഒരാൾ ഇവിടെ ഫ്ലിപ്പൊക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട്. ആളിങ്ങനെ കറങ്ങിയും മറിഞ്ഞും ഒക്കെ കളിച്ചു. അങ്ങനെ നമുക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നമ്മളെ കയ്യിൽ ഗ്ലൗസ്, കുറേ ലെയേഴ്സ്, പിന്നെ വലിയ ജാക്കറ്റ്, എല്ലാം ബൂട്ട്സ് എല്ലാം ഇട്ടാലാണ് നമുക്ക് ഈ സ്നോയിൽ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ ഹെഡ് ക്യാപ്പ് എല്ലാം നമ്മൾ കവർ ചെയ്യണം. ആരും ഇത് ശ്രദ്ധിക്കാണ്ട് പോകരുത്. പക്ഷെ നല്ല കംപ്ലീറ്റ്ലി കവേർഡായിട്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. നമ്മളിവിടെ സ്നോമാൻ ഉണ്ടാക്കുകയാണ് മറിയ. എന്നിട്ട് എന്താ ഇതിന്റെ കണ്ണെങ്ങനെ വെക്കുക? ഇത് എന്താ സ്നോമാനാടാ? പിരമിഡ് ആണോ ഉദ്ദേശിക്കുന്നത്? പിന്നെ കോമഡി, സ്നോ ഏഞ്ചൽ ട്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പാടുപെട്ടു. പക്ഷെ ഡാർക്കായിട്ട് അത്ര വിസിബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് വീഡിയോയിൽ അധികം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ സ്നോയിൽ ആർമാദിച്ചതിന് ശേഷം നമ്മൾ വിചാരിച്ചു കുറച്ച് കോഫി കുടിക്കാമെന്ന്. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ചിതാ വീട്ടിലെത്തി. എനിക്കെന്തോ വീട്ടിൻ്റെ ഉള്ളിൽ കയറാൻ നല്ല മടിയായിരുന്നു. ഇങ്ങനെ കുറച്ചും കൂടി നേരം പുറത്തിരിക്കാൻ തോന്നി. കാരണം നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്നതുകൊണ്ടുള്ള മെയിൻ ഗുണം ഇത് തന്നെ കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ തന്നെ ഇത് ക്ലീൻ ആക്കിക്കോളും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ രാവിലെ എഴുന്നേറ്റ് ഷവൽ ചെയ്യാൻ ഇറങ്ങണം. അതൊരു മെനക്കെട്ട പരിപാടി തന്നെയാണ്. അതിനി ഫ്യൂച്ചറിൽ ആലോചിക്കാം. എന്തായാലും ഇപ്പം ഞങ്ങൾ ഹാപ്പിയാണ്. തിരിച്ചു വന്നപ്പോൾ കാറുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മൂടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ഞങ്ങളുടെ കാറുള്ളത് ഒരു ട്രെയിനിൻ്റെ അടിയിലായിരുന്നു. അപ്പോൾ അത്യാവശ്യം പ്രൊട്ടക്ഷൻ അതിൻ്റെ അടിയിൽ കിട്ടിയിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ എക്സ്ട്രീം സ്നോ കാഴ്ചകൾ. ഇപ്പം ബാക്ക് ടു എ നോർമൽ ഡേ. അപ്പോൾ ഈ സ്നോ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും ഈ വിൻ്റർ അത്യാവശ്യം ഡിപ്രസിങ് തന്നെയാണ് കേട്ടോ. അതായത് മൊത്തത്തിലൊരു മൂകതയാണ്. എ മേജർ നെഗറ്റീവ് സൈഡ് ഓഫ് വിൻ്റർ. ഇപ്പോൾ സമയം 1 മണിയാണ് കേട്ടോ ഇവിടെ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഭയങ്കര ഒരു ഡൾ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഭയങ്കര ഒരു ഡിപ്രസിങ് വെതർ തന്നെയാണ് ഈ വിൻ്റർ. ഒരു ശാന്തതയാണ്. നമുക്ക് എന്താ പറയുക, വളരെ കുറച്ച് ആൾക്കാരെ പുറത്ത് കാണുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സമ്മർ ആണെങ്കിൽ എല്ലാം ഭയങ്കര ലൈവ്ലി ആയിരിക്കുമല്ലോ. എല്ലാവരും നടക്കാൻ പോകുന്നു, സ്വിം ചെയ്യാൻ പോകുന്നു. നമുക്കിവിടെ സ്വിമ്മിങ് പൂളുണ്ട്. എല്ലാം നല്ല ആക്റ്റീവ് ആയിരിക്കും. ഈ ഒരു വെതറിൻ്റെ പ്രത്യേകത ഇതാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ ഉറക്കം തൂങ്ങിയ പോലെ ആയിരിക്കും നിൽക്കുക മിക്ക സമയത്തും. എന്താ പറയുക, വെറുതെ നമ്മൾ വീട്ടിലിരിക്കുമ്പം തന്നെ നമുക്ക് മെയിനായിട്ട് തോന്നുന്ന സംഭവമാണ് നല്ല ചൂട് ബ്ലാങ്കറ്റ് ഇങ്ങനെ പുതച്ച് മൂടിക്കിടക്കുന്ന ഒരു സുഖമുണ്ടല്ലോ. ആ ഒരു ഫീലാണ് എല്ലാവർക്കും വരിക. നമുക്ക് എല്ലാവർക്കും വർക്ക് ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു മനസ്സില്ലേ ഇങ്ങനെ നമ്മൾ ഈ വെതർ നമ്മളെങ്ങനെ താഴ്ത്തിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ തളരരുത്. നമ്മൾ തളർന്നാൽ നമ്മൾക്ക് തന്നെയാണ് നഷ്ടം. അപ്പം നമ്മളിങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ജിമ്മിന് പോവാൻ മടിയുള്ളവർ ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് വഴി തന്നെയാണ്. TV ഓണാക്കുക, സുംബ വീഡിയോ ഓണാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വർക്കൗട്ട്. ഞാൻ നോക്കാറുള്ള ക്ലോയിറ്റിങ്ങിൻ്റെ വർക്കൗട്ടാണ്. അത് എനിക്ക് പറ്റും, പക്ഷെ നിങ്ങൾക്ക് പറ്റുമോ എന്നറിയില്ല. അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വീഡിയോ ഏതാന്ന് വെച്ചാൽ അത് ഓണാക്കുക, ചെയ്യുക. വീട്ടിൽ തന്നെ ചെയ്യുക. നമുക്ക് ഹീറ്റ് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കാലറീസ് ബേൺ ആവും. കാരണം ഈ തണുപ്പത്ത് കാലറീസ് ബേൺ ചെയ്യാന്ന് വെച്ചാൽ
വലിയ ടാസ്ക് തന്നെയാണ്. കാരണം അത്രയ്ക്കും തണുപ്പുള്ളപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു തുള്ളി വേർപ്പ് പോലും വരില്ല. പക്ഷെ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഹീറ്ററൊക്കെ ഉള്ളപ്പം പിന്നെയും ബെറ്ററായിട്ട് നമുക്കത് ചെയ്യാം. അപ്പം ഈ ഒരു ടെക്നിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ എക്സ്ട്രീം തണുപ്പായ സമയത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ അയ്യോ മഴ പെയ്യുന്നുണ്ട് മക്കളെ, നല്ല മഞ്ഞുണ്ട്, പുറത്തു പോയേ വേണ്ട, വെയിലാണ്, എല്ലാത്തിനും ആ ഒരു റെസ്ട്രിക്ഷൻ വെക്കും ചെറുപ്പത്തിൽ. അതൊരു എന്താ പറയുക, നമുക്ക് ഓവർ കെയർ നമുക്ക് കുട്ടികളോട് ഫീൽ ചെയ്യുന്നോണ്ട് വരുന്നതാണ്. അതൊരു കുറ്റമല്ല, പക്ഷെ നമ്മളെ അതൊരു നോർമൽ ഒരു മെൻറ്റാലിറ്റിയാണ് ഇന്ത്യൻ പേരൻസിൻ്റെ. അതായത് അയ്യോ പുറത്തു പോയാൽ അവർക്ക് പനി പിടിക്കും. സത്യമായിരിക്കും, പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ പേരൻസും ഇവരും കുട്ടികളാണ്. പക്ഷെ ഇവർ ചെറുപ്പത്തിലേ എല്ലാം ചെറിയ മക്കളെ എല്ലാത്തിനും വിടുന്നുണ്ട്. സോ അവർ കുട്ടികളെ ചെറുപ്പത്തിലെ എല്ലാ എക്സ്പീരിയൻസസും കൊടുത്തിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, അതൊരു നല്ലൊരു ടൈപ്പാന്ന് തോന്നുന്നു. കാരണം ചെറുപ്പത്തിൽ നമ്മൾ എന്ത് എക്സ്പോസ്ഡ് ആവുന്നു അതാണ് നമ്മളെ ഫ്യൂച്ചറിൽ നമ്മളെ അഡാപ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അതായത് ഓരോ സിറ്റുവേഷനിലും നമുക്ക് നമ്മളെ കുട്ടികൾക്ക് ഓരോ ചാലഞ്ചസ് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമ്മൾ ചെറുപ്പത്തിലേ കൊടുക്കുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. പക്ഷെ ഞാൻ കുറ്റം പറയല്ല, ബിക്കോസ് ഞാൻ ആ സിറ്റുവേഷനിലായാലും ചിലപ്പോൾ ഞാനും അങ്ങനെ ആയിരിക്കും. ലൈക്ക് ഞാനും പറയും ലൈക്ക് കുട്ടികളെ പുറത്തു പോകണ്ട എന്നൊക്കെ. പക്ഷെ ഞാനത് എന്താ പറയുക, ഒരു മാറ്റം വരുത്താൻ ഞാൻ നോക്കും. കാരണം നമ്മൾ കുട്ടികൾക്ക് മാക്സിമം എക്സ്പോഷർ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് നമ്മളെ വീട്ടിലത്തെ ബാക്കിലത്തെ പൈൻ ട്രീസ് ആണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. എസ്പെഷ്യലി ക്രിസ്മസ് സമയത്തൊക്കെ ഇതിനൊരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സബ്സ്ക്രൈബേഴ്സ് ആണ് എല്ലാം. കാരണം നിങ്ങളില്ലാണ്ട് എനിക്ക് ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ സന്തോഷം, ഓരോ വീഡിയോസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ കിട്ടുക. അപ്പം നിങ്ങൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഞാൻ അത്യാവശ്യം നിങ്ങളെ വെറുപ്പിച്ചു എന്ന് തോന്നുന്നു. ജസ്റ്റ് കിഡിങ്. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ ലൈഫിൽ എന്താ പറയുക, ഇങ്ങനത്തെ നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളെല്ലാവരും പറ്റുകയാണെങ്കിൽ ക്യാപ്ചർ ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. കാരണം ഫ്യൂച്ചറിൽ നമുക്ക് ഈ മൊമെൻറ്റ്സുകളാണ്, ഈ മെമ്മറീസാണ് നമ്മൾ ചെറിഷ് ചെയ്യുക. ആൻഡ് ദാറ്റ് വിൽ ബി ദെയർ ഫോർ ലൈഫ് ടൈം. സോ എൻജോയ് യുവർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. അപ്പം വേറെ ഒന്നും വേണ്ട, നിങ്ങൾക്ക് എന്തും ലൈഫിൽ നേരിടാം. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇഫ് യു പുട്ട് യുവർ മൈൻഡ് ആൻഡ് ഹാർട്ട് ടു ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഇനിയും അടിപൊളി ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്സ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് തരം വീഡിയോസ് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്നാലാണ് എനിക്ക് ആ ടൈപ്പ് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എൻജോയ്, സ്റ്റേ സേഫ് ആൻഡ് ബൈ, ടേക്ക് കെയർ.